ഗൈസ്, അപ്പോൾ ഇന്നാണ് നമ്മുടെ സ്കൂൾ ടൂറിൻ്റെ ഡേ 2. അപ്പോൾ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ മൂന്നാറാണ്. അങ്ങനെ രാവിലെ ഇതേ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങളിതാ ബസ്സിൽ കയറി. ഈ ഒരു സഫയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോട്ടലായിരുന്നു നമ്മുടെ സ്റ്റേ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പം നമ്മുടെ യാത്ര ഇതാ തിരിക്കുകയാണ്. അപ്പം ഇന്നും ഒരുപാട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റി. കൂടുതലും നമുക്ക് തേയിലത്തോട്ടങ്ങളാണ് കാണാൻ പറ്റിയത്. നല്ല രസമുള്ള തേയിലത്തോട്ടങ്ങളാണ്, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. പിന്നെ സ്കൈയും അടിപൊളിയായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു സ്കൈ കാണാൻ. നല്ല ക്ലൗഡും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അതിനടുത്ത് പിന്നെ ഇടയ്ക്ക് ചോദിച്ചു ഈ സ്ഥലമല്ലേ നമ്മൾ കണ്ടേന്ന്. കാരണം എല്ലായിടവും ഒരുപോലെ തോന്നും, പക്ഷെ ഒരുപോലെയല്ല. പല സ്ഥലങ്ങൾ നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നണേണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ മൂന്നാർ ഹിൽ സ്റ്റേഷൻ ആയിരുന്നു. അവിടെ നമ്മൾ ചെന്നപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ ഈ തീ ഇടുമ്പോൾ നമ്മൾ പുക വരൂലേ, അതുപോലത്തെ നല്ല ഇങ്ങനെ മൂടൽ മഞ്ഞായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടേക്ക് നിന്ന് അതൊക്കെ കണ്ടിട്ട് താഴോട്ട് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ഷോപ്പിംഗ് നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളെ മേടിച്ചോളൂ. അങ്ങനെ അവിടെ നിന്ന് സാധനമൊക്കെ മേടിച്ചിട്ട് അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ ബസ് കണ്ടുപിടിക്കാനാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇത്തിരി തിരക്കും ഇതൊക്കെ ആയതുകൊണ്ട് ബസ് കുറച്ച് ദൂരെ ഇട്ടേക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുവാണ്. പിന്നെ അത് മാത്രമല്ല, സിഗ്നലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും വിളിക്കാൻ പറ്റില്ല ബസ് എവിടെയാണെന്നൊന്നും. പിന്നെ നമ്മൾ കുറച്ച് കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനിങ്ങനെ കുരങ്ങന്മാരെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ അവിടെ നിന്ന് മരത്തിൽ അങ്ങോട്ട് ചാടി കളിക്കുമായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ ബസ് കണ്ടുപിടിച്ച്. പിന്നെ കുറേ ഫ്രഷ് ക്യാരറ്റൊക്കെ വിൽക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ കുറച്ച് ഒരു നെയിൽ പോളിഷും ഒരു കീ ചെയിൻ മേടിച്ചു. കീ ചെയിൻ ഞാൻ കാണിക്കാൻ വിട്ടേ. പിന്നെ ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ അടുത്താണ് നമ്മുടെ ബസ് ഇട്ടിരുന്നത്. പിന്നെ ഈ ഒരു ടെമ്പറേച്ചറിൻ്റെ എന്തോ കെമിസ്ട്രി ഫിസിക്സോ എന്തോ കാരണം നമ്മുടെ സ്നാക്സൊക്കെ ഭയങ്കര ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങി. ഇത് മാൽക്കിസ്റ്റൊക്കെ കണ്ട് നല്ല വീർത്ത് വന്നു. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ എക്കോ പോയിൻറ്റിലോട്ടാണ് പോയത്. അവിടെ നിന്നായിരുന്നു നമ്മുടെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് അതാ ആ ഒരു പുഴയുണ്ടല്ലോ, അവിടെ നമുക്ക് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ സ്ഥലമല്ല ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നമ്മൾ കുറേ നേരം ഒന്ന് സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത്. പിന്നെ 30 രൂപയ്ക്ക് അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തരുമായിരുന്നു. അതൊക്കെ നമ്മളെടുത്തു, ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ. പിന്നെ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ ഇവിടെ നിന്നായിരുന്നു. അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് താഴോട്ട് കുറച്ച് ഷോപ്പിംഗ് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സ്. അപ്പോൾ നമ്മൾ അത് വാങ്ങാൻ പോവാണ്. ശരിക്കും ഞങ്ങളാണെങ്കിൽ വിചാരിച്ചു ഓക്കെ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചാണ് ഞാനും നയനയും പോയത്. പക്ഷേ ഭയങ്കര വില. ഒരു മാലയ്ക്കൊക്കെ 120 പിന്നെ ഇത് 500 ഒക്കെ ഭയങ്കര വിലയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്നൊന്നും മേടിക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് റിപ്പിളിൻ്റെ ടീ ഫാക്ടറിയിലോട്ടാണ്. അപ്പം അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് പോയത്. അങ്ങനെ ഞാനാണെങ്കിൽ അവിടെ കയറി. ഒരുപാട് നമുക്ക് വെറൈറ്റി ടൈപ്സ് ഓഫ് നമ്മുടെ ടീ പൗഡേഴ്സ് കിട്ടും. അതുമാത്രമല്ല നമ്മൾ കുറേ കേട്ടിട്ടില്ലാത്ത ടൈപ്പ് ടീ പൗഡർ ആയാലും നമ്മുടെ കോൾഡ് കോഫിയുടേതായാലും എല്ലാം കിട്ടുമായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ റിപ്പിളിൻ്റെ ചോക്ലേറ്റ് കാണുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചോക്ലേറ്റും പിന്നെ ഒരു തേയിലപ്പൊടി മാത്രമേ എടുത്തുള്ളൂ. നമുക്ക് പലതരത്തിലുള്ള ബ്ലാക്ക് ടീക്കുണ്ട്, അല്ലാത്ത ടീക്കുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മേടിച്ചത് ഇതൊക്കെയായിരുന്നു. ഈ ഒരു വൈറ്റ് ചോക്ലേറ്റും പിന്നെ ഈ ഒരു ബ്ലാക്ക് ടീയുടെ വെനില ഫ്ലേവർ ആണ് ഞാൻ മേടിച്ചത്. പിന്നെ അവിടെ നിന്ന് വേറൊരു കുഞ്ഞു ഷോപ്പിംഗ് സ്ഥലം ഉണ്ടായിരുന്നു. നമുക്കൊരു ഇതുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും മേടിച്ചില്ല. ഞാനൊരു പസിൽ മാത്രമേ മേടിച്ചുള്ളൂ. നമുക്ക് കുറച്ച് ടൈം ഉണ്ടായിരുന്നു നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി. അടുത്ത് നമുക്ക് DJക്കാണ്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കും നയനയ്ക്കുണ്ട്. ഇതൊക്കെയാണ് ഞാൻ മേടിച്ചത്. ഇത് എൻ്റെ സിസ്റ്ററിന് മേടിച്ചതാണ് ആ പസിൽ. അങ്ങനെ ഞങ്ങൾ നേരെ DJ നടക്കുന്ന സ്ഥലത്തോട്ട് പോയി. DJ നല്ല അടിച്ച് പൊളിച്ചു. എന്നിട്ട് നേരെ നമ്മുടെ ഹോട്ടലിലോട്ട്, നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലോട്ട് വന്ന് ഫുഡെല്ലാം കഴിച്ചു. അപ്പോൾ അന്ന് ന്യൂ ഇയർ ആയിരുന്നു. അപ്പോൾ ന്യൂ ഇയറിൻ്റെ തലേന്നായിരുന്നു സംഭവമൊക്കെ. അപ്പം അവിടുത്തെ ആ സ്റ്റാഫ്സും ചേട്ടന്മാരും ഡ്രൈവർ ചേട്ടന്മാരും എല്ലാവരും കൂടെ അവിടെ പടക്കമൊക്കെ പൊട്ടിച്ച് ന്യൂ ഇയർ ആഘോഷിച്ചു. എന്നിട്ട് അതൊക്കെ ഞങ്ങൾ കണ്ടിട്ട് നേരെ കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ഡേ 3 ആയിട്ട് കാണുന്നവരെ ടാറ്റാ.